കേൾവി നിശ്ചയം എങ്ങനെയുണ്ട്? പുതിയ നമ്മളുടെ ഈ ഓണക്കാലം വരുമ്പോൾ വയനാടൻ മേഖലയിൽ പ്രത്യേകിച്ച് ദുരന്തമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ആളുകളൊക്കെ പലതും മറന്നു, തിരിച്ച് ജീവിതത്തിലേക്കൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. മിനിസ്റ്റർ ആയതിനു ശേഷമുള്ള രണ്ടാമത്തെ ഓണമാണ് അല്ലേ? രണ്ടാമത്തെ ഓണം. എങ്ങനെയൊരു മാറ്റം? വയനാട്ടിൽ കഴിഞ്ഞ ദുരന്ത സമയത്ത് ഓണം എല്ലാം ഡൗൺ ആയിരുന്നു. പക്ഷേ അതിനുശേഷം വയനാട് വേഗം തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ പ്രാവശ്യം ഓണത്തിന് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എല്ലാവരും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടുംപുറത്തുള്ള വായനശാലകൾ, ക്ലബ്ബുകളിലൊക്കെ തന്നെ ഓണപരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് അതിൻ്റെ പരിപാടികളൊക്കെ നടക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. എല്ലാവരും സന്തോഷത്തിലാണ് ഈ പ്രാവശ്യം. ഈ പണ്ട് കാലത്ത് ഒരു ഓണം ഒരു കാലം ഒരു ദിവസം എന്നുള്ള രീതിയിലായിരുന്നല്ലോ. ഇപ്പോൾ അത് മാറി എല്ലാവർക്കും കുറേ ദിവസങ്ങളിൽ ഓണമാവാം എന്നൊരവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. പഴയ ഓണം ഇപ്പോഴത്തെ ഓണം രണ്ടും ഓണത്തിന് മാറ്റമില്ല, പക്ഷെ ഓണം ആഘോഷിക്കുന്ന കാര്യത്തിൽ മാറ്റമുണ്ട്. കാരണം പഴയ കാലത്ത് ഓണം ആഘോഷിച്ചത് തനത് വിഭവങ്ങൾ കൊണ്ടാണ് ഓണം ആഘോഷിച്ചത്. ഇപ്പം നമ്മളെല്ലാവരും അന്യ സംസ്ഥാനത്തെ ആശ്രയിച്ചാണ് ഓണം കഴിയുന്നത്. ആ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. വീട്ടിൽ ഭക്ഷണം പാചകമൊക്കെ ചെയ്യുമോ മിനിസ്റ്റർ? തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ഭക്ഷണം പാകം ചെയ്യും. ഏതാണ് ഏറ്റവും കൂടുതൽ? നമ്മൾ സാധാരണ അങ്ങനെയൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ ഭക്ഷണം കഴിക്കും. പാചകം ചെയ്യാൻ കോൺഫിഡന്റ് ആയിട്ട്, അതായത് പുള്ളിക്കാരിയുടെ സഹായം ഇല്ലാതെ? ഞാൻ പിന്നെ ചോറ് വെക്കും, കറി വെക്കും. ഏത് കറി? സാമ്പാർ വെക്കും. സാമ്പാർ വെക്കും. വയനാടൻ സാമ്പാർ വെക്കും. പിന്നെ ഈ ചെറുക്കൊരു എതിരാളിയെ നോൺ വെജും ഒക്കെ വെക്കും, കുക്ക് ചെയ്യും. ഞങ്ങൾക്ക് ഓണത്തിന് ഇപ്പം എല്ലാം വേണം. നമുക്ക് നോൺ വെജ് വയനാട് എല്ലാ വിഭവങ്ങളും എല്ലാം പിന്നെ കൂടിയിട്ടുള്ളത്. പിന്നെ വയനാട്ടിൽ വെച്ചാൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെടുന്നതാണ് വയനാട് ജില്ല. കുടിയേറ്റ മേഖലയാണല്ലോ. അതുകൊണ്ട് അവിടെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഓണമാണ്. അവിടെ ഓണത്തിന് ഇറച്ചി, പിന്നെ മത്സ്യം എല്ലാം ഉണ്ടാവും. നല്ലൊരു വിഭവമുണ്ട്, വനസുന്ദരി എന്ന് പറഞ്ഞിട്ട്. അത് ഇവിടെ നമ്മൾ കഴിഞ്ഞ തവണ കനകക്കുന്നിൽ കൊണ്ടുവന്നിരുന്നല്ലോ അല്ലേ? അട്ടപ്പാടി. പക്ഷെ വയനാട് ഈ കുടുംബശ്രീക്കാർ കൊടുത്ത പേരാണ്. ചിക്കൻ ഐറ്റമാണെന്ന് തോന്നുന്നു. ടേസ്റ്റുള്ള ഭക്ഷണം. മിനിസ്റ്റർ, അപ്പം നമുക്ക് പാട്ടൊക്കെ ഇഷ്ടമാണ്. ഓണക്കാലത്ത് നമുക്ക് രണ്ട് ഗായകരുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ പഴയ കാലത്തൊക്കെ ഓണം പിന്നെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ പാട്ടൊക്കെ കേട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഓർമ്മയിൽ വരുന്നൊരു പാട്ട്, അല്ലെങ്കിൽ പാടാനാവില്ല, ഏതൊക്കെ ഒരു പാട്ട് പാടാം ഓണത്തിന് വേണ്ടിയിട്ട്. ഏതായാലും ഓണപ്പൂവേ എന്നുള്ള പാട്ട് പാടട്ടെ. ഓണപ്പൂവേ ഓണപ്പൂവേ എന്നുള്ള പാട്ട് കിട്ടുമോ? മനോഹര തീരും ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ. ഓണപ്പൂവേ പൂവേ പൂവേ പൂവൽ പൂവേ 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 നീ തേടും മനോഹര തീരും ദൂരെ